യുവനടിയുടെ പരാതിയിൽ ബലാത്സംഗ കുറ്റം ചുമത്തിയ സാഹചര്യത്തിൽ നടൻ സിദ്ദിഖ് മുൻകൂർ ജാമ്യത്തിന് ശ്രമം തുടങ്ങി. കൊച്ചിയിലെ അഭിഭാഷകരുമായി സിദ്ദിഖ് ചർച്ച നടത്തി. ഹൈക്കോടതിയെ സമീപിക്കാനാണ് പ്രാഥമിക ആലോചന. യുവനടിയുടെ പരാതിയിൽ ബലാത്സംഗത്തിനും ഭീഷണിപ്പെടുത്തലിനുമാണ് മ്യൂസിയം പോലീസ് സിദ്ദിഖിനെതിരെ കേസെടുത്തിരിക്കുന്നത്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, സിദ്ദിഖിനെതിരെ കേസെടുത്തിരിക്കുകയാണ്, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? നിഖിൽ, 2014 തിരുവനന്തപുരത്ത് വെച്ച് തന്നെ ബലാത്സംഗം ചെയ്തെന്നും ഭീഷണിപ്പെടുത്തിയെന്നതും അടക്കമുള്ള പരാതിയിലാണ് നടൻ സിദ്ദിഖിനെതിരെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതിൽ ഗൗരവതരമായ വകുപ്പുകൾ ചുമത്തിയതിനാൽ തന്നെ ആ ജാമ്യം, സ്റ്റേഷൻ ജാമ്യമോ മറ്റോ കിട്ടാൻ സാധ്യതയില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇതിൽ നിയമോപദേശം തേടുകയും മുൻകൂർ ജാമ്യത്തിന് വേണ്ട പ്രാഥമിക നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. ഹൈക്കോടതിയെ മുൻകൂർ ജാമ്യത്തിനായി സമീപിക്കാനാണ് ഇതിൽ നടൻ സിദ്ദിഖിന്റെ ഉദ്ദേശം. അത്തരത്തിൽ ജാമ്യത്തിന് ശ്രമിക്കാമെന്ന തരത്തിൽ അഭിഭാഷകരിൽ നിന്നും നിർദ്ദേശം ലഭിച്ചതായും അറിയുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ ആശങ്കയാണ് മൊത്തത്തിൽ തന്നെ ഇപ്പം താരങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നത്. അതിൽ സിദ്ദിഖിനെതിരെ ഗുരുതര വകുപ്പുകൾ തന്നെ ചുമത്തിയ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. 2016 മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് തന്നെ ബലാത്സംഗം ചെയ്ത സിനിമയിൽ അവസരം നൽകാമെന്ന് വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നത് അടക്കമുള്ളതാണ് പരാതിയിൽ പറയുന്നത്. ഗൗരവതരമായ പരാതി തന്നെയാണ്. അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഇതിന്റെ പേരിൽ സിദ്ദിഖിന് നേരത്തെ രാജിവെക്കേണ്ടിയും വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം വന്നിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം തന്നെയാകും ഇതിൽ അന്വേഷണം നടത്താനും സാധ്യതയുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിൽ വളരെ ആശങ്കയോടുകൂടി തന്നെയാണ് ഇപ്പോൾ നിയമപരമായി ഇതിൽ ഒരു തടയിടുന്നതിന് വേണ്ട നീക്കങ്ങളുമായി സിദ്ദിഖ് എത്തിയിരിക്കുന്നത്. നിഖിൽ.